സ്ത്രീകൾ അടങ്ങിയൊതുങ്ങി വീട്ടിലിരിക്കണമെന്ന മതങ്ങളുടെ ശാസനയൊന്നും സ്വപ്നം കാണുന്ന സ്ത്രീകൾക്ക് പ്രശ്നമല്ല. അധ്വാനിക്കാനും സ്വാതന്ത്ര്യത്തോടെ അന്തസ്സായി ജീവിക്കാനും ആരുടെയും സമ്മതം ആവശ്യമില്ല എന്ന നിലപാട് വ്യക്തമാക്കിയ കോഴിക്കോട്ടുകാരി നഫീസുമ്മയ്ക്ക് പിന്നാലെ ഇതാ മറ്റൊരു പെൺകരുത്ത്. 59-ാം വയസ്സിൽ ഒറ്റയ്ക്ക് എവറസ്റ്റ് കയറിയ കണ്ണൂരുകാരി വാസന്തി. തൃച്ചംബരത്തെ തയ്യൽക്കാരി വാസന്തി കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒറ്റപ്പോക്കായിരുന്നു. ഒറ്റയ്ക്ക് നേപ്പാൾ ചൈന അതിർത്തിയിലെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക്. ഞാൻ ഫെബ്രുവരി 9-ാം തീയതിയാണ് ഇവിടുന്ന് പോയത്. 27-ാം തീയതി തിരിച്ച് ബാംഗ്ലൂർ എത്തുകയും ചെയ്തത്. പിന്നെ യാത്രയിൽ ഒറ്റയ്ക്കായിരുന്നു. എല്ലാം സോളോ ആയിട്ട് തന്നെയാണ് പോയത്. വളരെ നല്ല യാത്രയായിരുന്നു. കാരണം അങ്ങനത്തെ പെണ്ണുങ്ങളാന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഒരു വിഷയത്തിലും ഉണ്ടായിരുന്നില്ല. എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ കയറാൻ പറ്റുവാണെങ്കിൽ സെറ്റ് മുണ്ട് കൊടുത്തിട്ട് ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടുന്ന് സെറ്റ് മുണ്ടെല്ലാം എടുത്തിട്ട് ഞാൻ പോയത്. ഇത് ആദ്യത്തെ ദീർഘയാത്രയൊന്നുമല്ല. തയ്യലിൽ നിന്ന് കിട്ടിയ വരുമാനത്തിൻ്റെ ഒരു പങ്ക് മാറ്റിവെച്ച് ആദ്യം പോയത് തായ്ലൻഡിലേക്കാണ്. 59-ാം വയസ്സിലെ എവറസ്റ്റ് യാത്ര കഠിനമായിരുന്നെങ്കിലും വിട്ടുകൊടുക്കാൻ വാസന്തി കൂട്ടാക്കിയില്ല. ഈ പ്രായത്തിൽ എവറസ്റ്റ് കയറാമെങ്കിൽ ലോകത്തെവിടെയും പോകാമെന്ന ധൈര്യമാണ് ഇപ്പോൾ. അതിൻ്റെ ആത്മവിശ്വാസമെല്ലാം കൂട്ടിവെച്ച് അടുത്ത യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് വാസന്തി. അതും ചെറിയ കളിയൊന്നുമല്ല. ലക്ഷ്യം ചൈനയിലെ വൻമതിലാണ്. സീ മലയാളം ന്യൂസ്, കണ്ണൂർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.